എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's പവലിയൻ. ഇന്ന് 22 നവംബർ 2025. 2 ടെസ്റ്റ് മാച്ചുകളാണ് വിശദീകരിക്കാനുള്ളത്. ഒന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ഗോഹട്ടിയിൽ തുടങ്ങിയിരിക്കുകയാണ്. മറ്റൊന്ന് ആഷസ് സീരീസിലെ ആദ്യ മാച്ചായ പെർത്തിൽ നടക്കുന്ന ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ. ആദ്യം നമുക്ക് ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. ആസ് യൂഷ്വൽ ഇന്ത്യ ടോസ് തോറ്റു. ആസ് യൂഷ്വൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ടോസ് ജയിക്കുന്നില്ല ഇന്ത്യ, അതുകൊണ്ടാണ്. എനിവേസ്, ടെസ്റ്റ് മാച്ചിൽ ടോസ് ഒരു ഭയങ്കര മഹത്തായ ഘടനയാണ്. പക്ഷേ എന്നാലും ടോസിൻ്റെ ഒരു ആനുകൂല്യം ഇല്ലാതെ ജയിക്കണമല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. ബട്ട് ഓസ്ട്രേലിയ ഒരു സ്റ്റഡി സ്റ്റാർട്ട് എന്ന് പറയും. എല്ലാവർക്കും ഒരു 30+ ഒക്കെ സ്കോർ എടുത്തിട്ട് ഓപ്പണേഴ്സും പിന്നെ അത് കഴിഞ്ഞ് നമ്പർ 3 നമ്പർ 4 ഒക്കെ ഒരുവിധം നന്നായിട്ട് കളിച്ച്, പിന്നെ ബാവുമ 41 റൺസ് എടുത്തു, സ്റ്റബ്സ് 49, അൺലക്കി ടു സ്കോർ 50, ഒരു റണ്ണിന് 50 റണ്ണ് പോയി, 49-ൽ ഔട്ടായി. ബാക്കി തടക്കേടില്ലാത്തൊരു സ്റ്റാർട്ട് അവർക്ക് കിട്ടിയിരുന്നു. കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 247 റണ്ണ് ഉണ്ട്. ഓക്കെ, സ്പിന്നേഴ്സിനാണ് വിക്കറ്റ് കൂടുതൽ കിട്ടിയെന്ന് നമുക്ക് പറയാം. കുൽദീപിന് 3 വിക്കറ്റ് കിട്ടി, ബുംറ സിരാജ് 2 ഫാസ്റ്റ് ബോളേഴ്സ് ഓരോ വിക്കറ്റ്, അതുപോലെ ജഡേജയ്ക്ക് 1 വിക്കറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ദിവസമാണ് ഗോഹട്ടി. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ സ്റ്റേറ്റ്സുകൾ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു എന്താ പറയുന്നത്, ബാഡ് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഒരു 4 മണിയാകുമ്പോഴത്തേക്കും തുടങ്ങും. പിന്നെ നോർത്തിലെല്ലാം ഓൺസെറ്റ് ഓഫ് വിൻ്റർ വരുവാണ്. അപ്പോൾ ദിവസങ്ങളുടെ ദൈർഘ്യം കുറയും, രാത്രിയുടെ ദൈർഘ്യം കൂടും. ഓക്കെ, അപ്പോൾ ലൈറ്റിൻ്റെ ഒരു ബാഡ് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ന്യൂ ബോൾ എടുത്ത് 80 ഓവർ കഴിഞ്ഞാൽ ന്യൂ ബോൾ എടുക്കാവുന്നതാണ്. എന്നാലും ഇവർ ലാസ്റ്റ് വന്ന് ന്യൂ ബോൾ എടുത്ത് ഒരു ഓവർ അറിഞ്ഞപ്പോഴത്തേക്ക് സിറാജിനൊരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ബാഡ് ലൈറ്റും പിന്നെ ഏതാണ്ട് സമയമായി, അങ്ങനെ കളി നിർത്തുകയാണ് ഉണ്ടായത്. എനിവേസ്, ഒന്നാമത്തെ ദിവസമാണ്, ഒന്നും പറയാനില്ല. നാളത്തെ ദിവസം ബാക്കി 4 പേരെ പെട്ടെന്ന് ഔട്ടാക്കി ഇന്ത്യ നല്ലൊരു സ്കോറ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കളി ഇൻട്രസ്റ്റിംഗ് സ്റ്റേജിലേക്ക് കടക്കും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഗോഹട്ടി മാച്ച്. ആഷസ് സീരീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വല്ല വിചിത്രമായ സംഭവങ്ങളാണ്. ആദ്യത്തെ ദിവസം 19 വിക്കറ്റാണ് പോയത്. രണ്ടാമത്തെ ദിവസം പിന്നെ ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആകുമ്പോഴത്തേക്ക് 11 വിക്കറ്റ് പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് പോക്കാണ്. ഇന്നലെ തുടങ്ങിയ മാച്ചാണ്. 21-ൽ തുടങ്ങിയിട്ട് 22-ൽ അവസാനിച്ചു. വിത്തിൻ 2 ഡേയ്സ് ടെസ്റ്റ് മാച്ച് അവസാനിച്ചിരിക്കുകയാണ് പെർത്തിൽ. ഓസ്ട്രേലിയ ഈ മാച്ച് 8 വിക്കറ്റ്സിന് ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലോ സ്കോർ ഗെയിമായിരുന്നു. ഇംഗ്ലണ്ട് ആദ്യം 172 ഓൾ ഔട്ടായി. അതിന് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓഷീസ് പരിതാപകരമായിട്ട് 132 ഓൾ ഔട്ടായി. അങ്ങനെ ഇംഗ്ലണ്ടിനൊരു 40 റൺസിൻ്റെ ലീഡ് കൺസീഡ് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് തിളങ്ങാനായില്ല, 164 ഓൾ ഔട്ടായി. അപ്പോൾ ഓവറോൾ പഴയ 40 റണ്ണിന് ലീഡും ഈ 164 കൂട്ടിയിട്ട് ഒരു 204 റൺസിൻ്റെ അവർക്ക് മികവുണ്ടായിരുന്നു. അപ്പോൾ 205 റൺസ് എടുത്ത് ഓസ്ട്രേലിയക്ക് ജയിക്കാം. മൈൻഡ് ഇറ്റ് ഈസ് ഓൺലി ദി സെക്കൻഡ് ഡേ. ഓക്കെ, പക്ഷേ നമ്മൾ വിചാരിച്ചത് 205 റൺ എന്ന് പറഞ്ഞാൽ ആ പിച്ചിൽ, സീമിങ് പിച്ചിൽ ബുദ്ധിമുട്ടായിരിക്കുന്ന. പക്ഷേ അവർ ഓപ്പണറെ മാറ്റി. ഒരു ഓപ്പണർ വെതർഫീൽഡ് സെയിം കളിച്ചു, പക്ഷേ മറ്റേ ഓപ്പണറെ മാറ്റിയിട്ട് ഇവർ കൊണ്ടുവന്ന ആരെയാണെന്ന് ചോദിക്കും. ട്രാവിസ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കുറേ മാച്ചുകൾ സ്പോയിൽ ചെയ്തൊരു ഭയങ്കര ഫാസ്റ്റ് സ്കോറിങ് ചെയ്യുന്നൊരു
പ്ലെയറാണ്. പണ്ടത്തെ ആഡം ഗിൽക്രിസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ബാറ്റിംഗ്, ഇടംകയ്യനാണ്. അയാൾ വന്ന് വളരെ നല്ല സ്ട്രോക്ക് പ്ലേ കഴിച്ചിട്ട് 67 ബോളിൽ സെഞ്ചുറി തേച്ചു. അതായത് ഇംഗ്ലണ്ടിനെ മാച്ചിൽ നിന്ന് തുടച്ചു നീക്കിയെന്ന് പറയാം. അദ്ദേഹം 123 റൺസ് എടുത്ത് ലാസ്റ്റാണ് ഔട്ടായത്. 2 വിക്കറ്റേ പോയുള്ളൂ. ഓസ്ട്രേലിയ 205 എന്നുള്ള ലക്ഷ്യം കണ്ടു. അങ്ങനെ ആദ്യ മത്സരം ജയിച്ചിരിക്കുകയാണ്. ആഷസ് പരമ്പരയിൽ 2 ദിവസത്തിനുള്ളിൽ കളി നടന്നത് ടോട്ടൽ 6 പ്രാവശ്യം മറ്റുമാണ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ. പക്ഷേ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ 1921 കളിയാണ് ഇങ്ങനെ 2 ദിവസം കൊണ്ട് തീർന്നത്. അപ്പോൾ ലാസ്റ്റ് 100 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് 2 ദിവസം കൊണ്ട് ഒരു കളി തീരുന്നത്. ടെസ്റ്റ് മാച്ച് 5 ദിവസം പിന്നിടുന്നതാണ്. അതായത് 3 ഡേയ്സും 4 ഡേയ്സൊക്കെ മിക്കവാറും തീരാറുണ്ട് കളി. ഏതെങ്കിലും ഒരു ടീം വീക്കാണെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് തന്നെ 2 ടീമും വീക്കും 2 ടീമും സൂപ്പറുമാണ്. എന്നിട്ടും ആ പിച്ചിൻ്റെ ബൗളിംഗ് മികവിൽ, അതായത് 4th ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ പ്ലെയറുടെ മാത്രം ഒരു കഴിവാണ്. അപ്പോൾ കളിയുടെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, മിച്ചൽ സ്റ്റാർക്ക്. അദ്ദേഹം ആദ്യ ഇന്നിങ്ങിൽ ഇംഗ്ലണ്ടിൻ്റെ 7 വിക്കറ്റുകൾ എടുക്കുകയുണ്ടായി. രണ്ടാമത്തെ ഇന്നിങ്സിൽ 3 വിക്കറ്റ് എടുത്തു. ടോട്ടൽ മാച്ചിൽ 2 ഇന്നിങ്സിലൂടെയായിട്ട് 10 വിക്കറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ അതൊരു മികവുറ്റ പ്രകടനം തന്നെയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ ടു ദി ഓസ്ട്രേലിയ ആൻഡ് മിച്ചൽ സ്റ്റാർക്ക്, ഓൾസോ ടു ട്രാവിസ് ഹെഡ് ഫോർ എ വണ്ടർഫുൾ ബാറ്റിംഗ് ഡിസ്പ്ലേ. ഓക്കെ, ഇന്നലെ മറ്റൊരു സെമി ഫൈനൽ കളി നടന്നിരുന്നു. ഏഷ്യൻ എമർജിംഗ് പ്ലെയേഴ്സിൻ്റെ ഇന്ത്യ എ ബംഗ്ലാദേശ് എ സെമി ഫൈനലിൽ കളിച്ച് ബംഗ്ലാദേശ് ഈസിലി ജയിക്കേണ്ട കളിയായിരുന്നു. അതൊരു കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് അത് സൂപ്പർ ഓവറിലെത്തി, ബരാബറായി സൂപ്പർ ഓവർ കളിച്ചു. സൂപ്പർ ഓവർ കളിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ മണ്ടത്തരത്തിൻ്റെ ആശാന്മാരായിട്ട് ഒരു ജിതേഷ് ശർമ്മ എന്നുള്ള ഒരു ക്യാപ്റ്റൻ, അതായത് സൂപ്പർ ഓവറിൽ റൺ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്ക് മറ്റേ ടീമിന് ഒരു റൺ എടുത്താൽ ജയിക്കാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച് കളഞ്ഞ് കുളിച്ച് നാശകോശമാക്കി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ സെമി ഫൈനലിൽ ഔട്ടായി ഇന്ത്യയെ. അതൊരു ഫോർഗറ്റബിൾ മാച്ച് ആയതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു മൂഡും എനിക്കില്ല. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, please like my video, subscribe it and share it. Thank you very much. Bye.